ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലാന ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന്, പാലാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇതിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറിയിട്ട് ഒരു പ്രോപ്പർട്ടി കാണുന്നതിനാണ്. ഒരു പുതിയ ബ്രാൻഡ് ന്യൂ വീടാണ്. ഈ കാണുന്നതാണ് വീട്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് 1.5 കിലോമീറ്റർ വിട്ടിട്ടാണുള്ളത്. ഒരു 30 മീറ്റർ 40 മീറ്റർ റോഡ് മൺ റോഡാണ് ഈ വീടിൻ്റെ അടുത്തുനിന്നുള്ളത്. ബാക്കി ടാർ റോഡാണ് വരുന്നത്. ബസ് റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബസ് പോകുന്ന റൂട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 800 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്നൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, ഇൻ്റർലോക്ക് ചെയ്യാനുണ്ട് ഫ്രണ്ടിലൊക്കെ. അതുപോലെ ചുറ്റും മതിലെല്ലാം പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ കുറച്ച് വർക്കുണ്ട്. തൊട്ടടുത്തിന് കണ്ടില്ലേ, അടുത്തൊരു വീട് കൂടി പണി തുടങ്ങിക്കഴിഞ്ഞു. ചുറ്റുവട്ടം നമുക്ക് ആദ്യം നോക്കാം. അത്യാവശ്യം രണ്ട് സൈഡും ചെറിയൊരു സ്പേസ്, ബാക്കിലും അത്യാവശ്യം സ്പേസേ ഉള്ളൂ. ഫ്രണ്ടിൽ കാറും കാര്യമൊക്കെ നിർത്താനുള്ള സ്പേസാണ് ഫ്രണ്ടിലുള്ളത്. ഇത്രയൊരു സ്പേസേ ഉള്ളൂ ബാക്കിലും. ടോട്ടൽ 3 ബെഡ്റൂമാണുള്ളത്. ഇവിടെ ഒരു അലക്കുകല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ചുറ്റുവട്ടത്തും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മൺ റോഡ് അത് മൊത്തത്തിൽ അവർ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് സമയം എടുക്കുമ്പോഴത്തേനും അതും കംപ്ലീറ്റ് ആയി കിട്ടും. ഇവിടെയാണ് ബോർവെല്ലിൻ്റെ സാധനം കൊടുത്തിരിക്കുന്നത്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ വീടുള്ളത്. ഈസ്റ്റ് ഫേസർ വീടാണ്. ഫുള്ള് LED കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു എലിവേഷനും കാര്യം കൊടുത്തിട്ട് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. പിന്നെ നല്ല തേക്കിൻ്റെ ഒരു ഡോർ ഫ്രണ്ടിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. LED ലൈറ്റ്സൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. ഇവിടെ നിന്ന് നമുക്ക് നേരെ എൻട്രി, ഇവിടെ ഒരു കട്ടൺ ഇടുകയാണെങ്കിൽ നമുക്ക് സെപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അതിനോട് ചെയ്ത ഒരു വാഷ് ബേസിൻ ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് സ്പേസ് ഏരിയ കിട്ടുന്നത്. ഓപ്പൺ ടൈപ്പിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഏരിയ വരുന്നത്. സോ കിഴക്ക് ഫേസ് ചെയ്തിട്ടാകുമ്പോൾ ഇവിടെ നമുക്ക് നേരെ വെളിയിലോട്ട് കിച്ചണിൽ നിന്നിട്ട് നമുക്ക് വെളിയിലോട്ട് സ്ട്രെയിറ്റ് ആയി നോക്കാനുള്ള അവസരമുണ്ട്. കബോർഡുകളൊക്കെ ഒന്ന് ഡോറ്, ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോറ് ഫിറ്റ് ചെയ്ത ഫുൾ കബോർഡ് സെറ്റായി. ബാക്കി എല്ലാ വർക്കും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഡോറും കാര്യങ്ങളൊന്നും ഇവർ ചെയ്തു തരില്ല. നമുക്ക് ഇത്രയും ഇപ്പോൾ ഇതിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ തരത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഫ്രണ്ടിൽ ഇൻ്റർലോക്കിന് ചെയ്യാണ്ട് മതിലിന് പെയിൻ്റ് അടിക്കാണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അല്ലാണ്ട് കബോർഡിൻ്റെ ഡോറുകളോ കാര്യങ്ങളൊന്നും ഇനി എക്സ്ട്രാ ആയിട്ട് വരത്തില്ല. ഇവിടെ നമുക്ക് നേരെ ഉണ്ടല്ലേ മനോഹരമാക്കിയിട്ട് LED ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂം. ഇത് 10x9 എന്നുള്ള സൈസിലുള്ള ഒരു ചെറിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈൽസ് ആട്ടോ ബാത്റൂമിൽ താഴെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായിട്ട് വാൾ ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഇവിടെ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആയിട്ടും അതുപോലെ ഇൻവേർട്ടറിൻ്റെ ഏരിയ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ആണ് വാഷ്റൂം ഉള്ളത്. നല്ല ഗ്രിപ്പുള്ള ടൈൽസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ടൈൽസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വാളിലും എല്ലാം മനോഹരമായിട്ടുള്ള ടൈൽസ് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് രണ്ട് സൈഡും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ജസ്റ്റ് ഡോറുകൾ ഫിറ്റ് ചെയ്താൽ മതി. കബോർഡുകളുടെ കാര്യം ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വാളിൽ മൊത്തത്തിൽ ഗ്ലാസിൻ്റെ 2 വിൻഡോസാണ് അവർ നല്ല ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം കൂടി എടുക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. കണ്ടില്ല, അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണിത്. ഇപ്പം 3 ബെഡ്റൂം കണ്ടു, 3ഉം അറ്റാച്ച്ഡ് ആണ്. ഹാള്, ഡൈനിങ് സ്പേസ്, കിച്ചൺ എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്കിവിടെ ടെറസ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ റൂം നേരെ കണക്ട് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ അത് ശരിക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ നടത്താനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു റൂമിൻ്റെ ടൈപ്പിൽ തന്നെ അവർ വാള് കെട്ടിയ പോലെ മേലേക്ക് ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ അവിടെയും ഒരു ബെഡ്റൂം ഉള്ളൊരു ഫീല് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വ്യൂസ് വേറെ ഒന്നും കിട്ടത്തില്ല. കണ്ടില്ല, ചുറ്റോട്ട് ഇഷ്ടം പോലെ വീടുകൾ അവിടെ നമുക്കുണ്ട്.
ഇവിടെ നമുക്കിതൊരു ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് ടൈപ്പിൽ കൊടുത്തിട്ട് നമുക്കത് തുറന്ന് വെളിയിലോട്ട് പോകാം. ഇപ്പോൾ ഇതിലൊരു സിറ്റ് ഔട്ട് ഏരിയ മാതിരി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാൽക്കണി ഏരിയ മാതിരി ആണല്ലേ. ഇവിടെ ഈ ഫ്രണ്ട് ഭാഗങ്ങളിലാണ് ഈ മണ്ണ് റോഡുള്ളൂ, കുറച്ച് ദൂരം ഒരു 40 മീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കയറുകയാണെങ്കിൽ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, അവർ ഇരുമ്പിൻ്റെ സ്റ്റെയർ വെളിയിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് റൂം എടുക്കണമെങ്കിൽ എടുക്കാനുള്ള സ്പേസും ഇവിടെ ഉണ്ട്, അല്ലേ ഒരു ഫാമിലി ഒരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, 2 രേതും ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുള്ളൊരു ഇരുമ്പിൻ്റെ ആണെങ്കിലും അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അവർ. നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് ടോപ്പ് ഏരിയയിലും, അവിടെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബോർവെല്ലാണ്, അതുപോലെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 4.10 സെൻറ്റ് സ്ഥലം, 3 BHK അറ്റാച്ച്ഡ്, ബോർവെല്ല്, പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ റോഡിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 800 മീറ്റർ മാത്രം മാറിയിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി. പാലാന ഹോസ്പിറ്റലിനോട് നമ്മൾ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ലുലു മാളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഹൈവേ നിന്ന് നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. KSRTC ബസ് സ്റ്റാൻഡ് പാലക്കാട് നോക്കുകയാണെങ്കിൽ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 47 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും 55 ലക്ഷം രൂപയുള്ളൂ, അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ പരസ്യം കൊടുത്ത് വിറ്റ് തരണം, യൂട്യൂബിലൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കിട്ടും. അതൊന്ന് എന്തെങ്കിലും പിന്നെയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക, അപ്പോൾ നമുക്ക് എളുപ്പം കാര്യങ്ങൾ അറിയാം. പലരും ജസ്റ്റ് വീഡിയോൻ്റെ ഒരു ജസ്റ്റ് ഫ്രണ്ടേജ് മാത്രം കണ്ടിട്ടാണ് വിളിക്കുക, അപ്പോൾ പലതും അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ വീഡിയോൻ്റെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇടാറുണ്ട്, എല്ലാ കാര്യങ്ങളും വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇടും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, പറ്റുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.